റെജു ലൂക്കോസ്, ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വമാണോ മതസ്വാതന്ത്ര്യമാണോ ഇത് രണ്ടും കൂടെ കൂട്ടിക്കൊഴിഞ്ഞ് മറ്റെന്തെങ്കിലുമൊക്കെയാണോ കൊണ്ട് നടക്കേണ്ടത്? എന്താണ് ഇടത് സർക്കാരിന്റെ നയമെന്ന് അറിയാത്ത പാർട്ടിയൊന്നുമല്ല. പക്ഷേ ചില സമയങ്ങളിൽ പറയുന്ന ചില പ്രസ്താവനകൾ എവിടെയാണ് കൊള്ളുന്നത്, ഇതാർക്കാണ് ഗുണമാകുന്നത്, ആരൊക്കെയാണ് മുതലെടുപ്പ് നടത്തുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയുന്ന CPM എന്ത് രാഷ്ട്രീയ കളിയാണ് ഇതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ബഹുസ്വരതയുള്ള ഒരു സമൂഹ കേരള സമൂഹം. ആ കേരള സമൂഹത്തിൽ തീർന്നൊരു വിഷയം വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടെന്ന് നിങ്ങളൊരു ചർച്ചയ്ക്കെടുക്കുന്നതിന് അഭംഗിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ട്. ഇവിടെ ഒരു കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ ചെല്ലുന്നു. ആ സ്കൂൾ അധികൃതർ പറയുന്നു, ഞങ്ങളുടെ നിയമപ്രകാരം നിങ്ങൾ ഒപ്പിട്ട് തന്നിരിക്കുന്ന നിയമപ്രകാരമുള്ള യൂണിഫോം ധരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ പിതാവ് ഒന്ന് സംസാരിച്ച് അവർ തമ്മിൽ രമ്യത തീർത്ത വിഷയം. പിന്നീട് പ്രശ്നങ്ങൾ ആർക്കാ? നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾക്കാണ് ഈ വിഷയം. എന്തിനാണ് അതിന് നിങ്ങൾ വെറുതെ ഇതിനകത്ത് ഇടതുപക്ഷം വലതുപക്ഷം കൊണ്ടുവരുന്നത്? ശ്രീ റെജു ലൂക്കോസ്, അങ്ങനെ ഇന്നലെ തീർന്ന പ്രശ്നം ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകാൻ അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞത് മാധ്യമങ്ങളല്ല, മന്ത്രിയാണ്, മാധ്യമങ്ങളല്ല. ഈ പ്രശ്നം തീർന്ന പ്രശ്നം എവിടെ നിന്ന് തുടങ്ങി എന്ന് താങ്കളൊന്ന് ആലോചിക്കണം. ആരാണിത് വീണ്ടും വഷളാക്കിയത്? അല്ല, മന്ത്രി അതിന്റെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അനുസരിച്ചൊരു മറുപടി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മന്ത്രി പറഞ്ഞ സൈമൾട്ടേനിയസ് ആണ് അവിടെ വിഷയം തീർന്നു. ഇന്ന് മന്ത്രി പറഞ്ഞു അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു. പിന്നെ അതാണ് ശ്രീ റെജു ലൂക്കോസ്, അങ്ങനെ പ്രശ്നം പരിഹരിച്ചില്ല. മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് പോലെ ഹിജാബ് അനുവദിക്കണം, അത് സർക്കുലർ ഇറക്കണമെന്ന് SDPI. ഇപ്പോൾ നമ്മുടെ പാനലിരിക്കുന്ന വിസ്റ്റമിന്റെ ഭാരവാഹി അബ്ദുള്ള ബാസിലും പറയുന്നതാണ്. മന്ത്രി പറയുന്നത് പോലെ ഇത് അംഗീകരിക്കണമെന്നാണ്. അത് പറഞ്ഞ് തീർന്നില്ല. മന്ത്രി പറഞ്ഞു, മന്ത്രി പിന്നോട്ട് പോയി, മുന്നോട്ട് പോയി, അങ്ങനെ മന്ത്രി വ്യക്തമല്ലാത്ത പല നിലപാടുകൾ അതിനിടയിൽ പറഞ്ഞു പോയി. ഖേദകരം. പക്ഷേ കൊള്ളേണ്ടടുത്തത് കൊണ്ടിട്ടുണ്ട്. ആവശ്യം പറയുന്നവർ അത് വീണ്ടും പറയുന്നുണ്ട്. ചർച്ച നടക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇതുവരെ നടക്കാത്ത രീതിയിൽ ചർച്ച നടക്കുന്നു. എന്തിനാണ് മുസ്ലിം സമുദായത്തിലുള്ളവർ ക്രൈസ്തവ മാനേജ്മെന്റുകളിൽ പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. ഇടത് സർക്കാർ എന്ത് തരം വൃത്തികെട്ട കളിയാണ് ഇതിനിടയിൽ കളിക്കുന്നത്? അത് ഈ മുതലെടുപ്പിന് നടക്കുന്ന പറയണുണ്ടല്ലോ, ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാന്ന് പൊതുവേ ഒരു ഫ്രേസ് ഉണ്ട്. അങ്ങനെയുള്ളവരാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ചർച്ച. അവരിപ്പം മഹാത്മാഗാന്ധി ഇവിടെ വന്നിട്ട് നാളെ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്താലും മഹാത്മാഗാന്ധി എന്തിനാണ് ഉയർത്തെഴുന്നേറ്റ് വന്ന് കേരളത്തിൽ ഈ രീതിയിൽ പെരുമാറണമെന്ന് അവർ ചോദിക്കും. അവരെയൊന്ന് നിങ്ങൾ മൈൻഡ് ചെയ്ത് ന്യൂസ് 18 പോലുള്ള ഒരു ദേശീയ ചാനല് ഈ വിഷയത്തിൽ കാണിക്കേണ്ട പക്വത നിങ്ങൾ കാണിക്കേണ്ട. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അത് പരിഹരിക്കപ്പെട്ടില്ല. ഇന്നലെ മന്ത്രി അത് പറഞ്ഞതോടുകൂടി ദേശീയ തലത്തിൽ BJP അത് വിഷയമാക്കുന്നു. ന്യൂസ് 18 ഈ ചർച്ച എടുക്കേണ്ടി വരുന്നത് ഇത് ദേശീയ തലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഇത് വിഷയമാക്കി ഉയർത്തിയത് കൊണ്ടാണ്. അവർ ദേശീയ തലത്തിൽ ഉയർത്തിയത് കൊണ്ടാണ്. അങ്ങനെ ദേശീയ തലത്തിൽ അവർക്ക് ഉയർത്താൻ അതിനിപ്പുറത്ത് SDPIക്ക് മറുപടി പറയാനൊക്കെ അവസരം കൊടുത്തത് ആരാണ്? മാധ്യമങ്ങളാണോ? ന്യൂസ് 18 ആണോ? അല്ലല്ലോ. അല്ല, ദേശീയ തലത്തിൽ ഇത് മാത്രമല്ല, കേരളത്തിൽ നടന്ന വേറൊരു വിഷയമുണ്ട്. RSS ക്യാമ്പിൽ 4 വയസ്സ് മുതൽ 24 വയസ്സ് വരെ RSSന്റെ ക്യാമ്പിൽ അവരുടെ പ്രാക്ടീസിൽ അഞ്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ, അയാള് 4 വയസ്സ് മുതൽ തന്നെ ലൈംഗിക പീഡനം അനുഭവിച്ച് സഹിക്കിട്ട് ആത്മഹത്യ ചെയ്തു. കൃത്യമായും ഇൻസ്റ്റാഗ്രാമിൽ എഴുതി വെച്ചു. ഇനി ഒരിക്കലും ഒരാളും ജീവിതത്തിൽ RSSലേക്ക് പോകരുത്. ഏറ്റവും വെറുക്കപ്പെടുന്ന സംഘടനയാണ് RSS എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് മരിച്ചൊരു പയ്യന്റെ കാര്യം ഇന്ന് ദേശീയ തലത്തിൽ ചർച്ചയാണ്. ദേശീയ തലത്തിൽ 22ഓളം പത്രസമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ദേശീയ തലത്തിൽ മുതലെടുപ്പിനുള്ളിൽ പലതും ചെയ്യും. അതിന് തർക്കമില്ല. ഏറ്റവും വലിയ ഹീനമായ പ്രവൃത്തി RSSന്റെ ക്യാമ്പിൽ നിന്നും ഉണ്ടായതല്ല. നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച എടുത്തോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 4 വയസ്സുള്ള ഒരു അമ്മയുടെ ഒരു മകനും മകളും മാത്രമേ ഉള്ളൂ. ആ കുടുംബത്തെ സംരക്ഷിക്കുക. എന്റെ നാടിനടുത്താണ് ഈ സ്ഥലം. അവിടെ ഒരു വിഷയത്തിന്റെ മറുപടി മറ്റൊരു വിഷയത്തിലുള്ള ചർച്ചയല്ല. അതല്ല അതിന്റെ ഉത്തരം. അപ്പൊ നമുക്ക് അരമണിക്കൂർ നമ്മൾ ആ വിഷയത്തെ കൂടി സംസാരിക്കാം. അതല്ലല്ലോ ഈ വിഷയത്തിൽ കൃത്യമായി ഇടത് സർക്കാർ എടുത്തൊരു നിലപാടുണ്ട്. നമുക്ക് മദ്രസ പീഡനം എടുക്കണം. പീഡനം എടുത്തതിന് ശേഷം നമുക്ക് മദ്രസ പീഡനം എടുക്കണം. ദഫ്മുട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് മറ്റൊരു അധ്യാപകൻ ഇവിടെ പീഡിപ്പിക്കും. അതും നമുക്ക് എടുക്കണം. ഓരോ മാസവും മദ്രസയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 5-6 കുട്ടികളെയാണ്. അതും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യണം. ഓക്കെ അല്ലേ? ഞാൻ അധികം സമയം ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുക. ആരാണ് ഇപ്പൊ കൂടെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ, നമ്മൾ കേരളം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള വർഗീയവാദികൾ ഏതെല്ലാം രീതിയിൽ അതിനെ മുതലെടുപ്പ് നടത്തിയാൽ എന്ത് വിഷയം നടത്തിയാലും കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും അംഗീകരിക്കത്തില്ല. അത്രയ്ക്ക് അഡ്വാൻസ് ആയിട്ട് ജനങ്ങളാണ്. ശ്രീ റെജു ലൂക്കോസ്, ഞാൻ വ്യക്തിപരമായിട്ട് ബഹുമാനിക്കും. എങ്കിലും ചോദിക്കട്ടെ, ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വമാണോ മതാചാരമാണോ മതസ്വാതന്ത്ര്യമാണോ എന്താണ് കൃത്യമായിട്ടുള്ള നയമെന്ന് ഈ മിനിറ്റിൽ ഇടത് സർക്കാരിന് അറിയാത്തതോ അറിയാത്തതായി നടിക്കുകയോ ചെയ്യാണ്. നമുക്കത് ഈ ആഗോള അയ്യപ്പ സംഗമം വരെ പോകണ്ട. എങ്കിലും എല്ലാ കാര്യത്തിലും മതമില്ലാത്ത ജീവൻ
വിപ്ലവം കൊണ്ടുവന്ന ഒരു പാർട്ടിയുടെ സർക്കാരിന് മതമില്ലാത്ത പ്രാർത്ഥന വേണം സ്കൂളുകളിൽ എന്ന് പറഞ്ഞ അതേ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇപ്പോൾ യൂണിഫോമിനകത്ത് മതം വേണോ വേണ്ടയോ എന്ന് കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യം എന്തുകൊണ്ടാണ് വരുന്നത്? കുറച്ചു മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കണ്ടിട്ട്, അല്ലെങ്കിൽ പിന്നെ എന്താണ്? അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകയാണ് അപർണ. ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന, നമ്മളൊക്കെ എത്ര ചർച്ചയിലിരുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെയും CPM-നെയും സർക്കാരിനെയും മതം വെച്ചുകൊണ്ട് നിങ്ങൾ അളക്കുക എന്ന് പറയുന്നത് എത്ര കഷ്ടമാണെന്ന് ആലോചിക്കുക. നമുക്കൊക്കെ ഒരു സാമാന്യ ബുദ്ധിയില്ലേ? നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിന്റെ ഈ സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാനുള്ള ഒരു വാർത്തയ്ക്കും ഒരു ചർച്ചയ്ക്കും നമ്മൾ നിന്നു കൊടുക്കരുത്. ഞാൻ അപർണ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, ഇത്ര സബ്ജക്റ്റുകളിൽ ചർച്ച ചെയ്യാൻ പോലും താല്പര്യമില്ല. കാരണം ഈ അസ്തമിച്ച രണ്ടു കൂട്ടരും തമ്മിൽ സൗഹാർദ്ദത്തെ പിരിച്ച ഒരു വിഷയത്തെക്കുറിച്ച് എന്തിനാണ് നിങ്ങളിത് റീഓപ്പൺ ചെയ്യുന്നത്? മുതലെടുക്കുന്നവർ മുതലെടുക്കട്ടെ. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ മുതലെടുക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കത്തില്ല. ഇവിടെ ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട്, വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും. പക്ഷേ നിർഭാഗ്യവശാൽ റെജി ലൂക്കോസ് ഇത് ആര് മുതലെടുക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാട് കൂടി നിങ്ങൾ അറിയണം. കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. ഇന്നലെ അവിടെ പോയി ചർച്ച ചെയ്തതിനു ശേഷം ഹൈബീഡൻ MP അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. കാരണം ഇത് കൈവിട്ടു പോയ ഒരു കാര്യത്തിലേക്ക് മന്ത്രി തന്നെ കൊണ്ടുപോയി എന്ന് പറയുന്നു. കോൺഗ്രസ് സർക്കാരിനെ വിമർശിക്കുന്നില്ല, മിണ്ടുന്നില്ല, ഈ പ്രസ്താവന വഷളാക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, മതേതരത്വ സർക്കാർ ചെയ്യേണ്ട കാര്യമായിരുന്നില്ല ഇത് ചില ഘട്ടങ്ങളിൽ ഇത്രയും ഇടപെടണമായിരുന്നോ വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിനകത്ത്? സർക്കാരിന് ഇത്രയും ഇടപെടൽ വേണമായിരുന്നു ഈ വിഷയത്തിനകത്ത്? അല്ലെനിക്ക് ഒരു വളർത്തുമീൻ മരിച്ചാൽ പോലും വിഷയമായിട്ട് വരുന്ന ഒരു പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലൂടെ ഉള്ളപ്പോൾ ഇതുപോലൊരു വിഷയത്തിൽ അവർ സർക്കാരിനെ കുറ്റപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴത്തെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഈ ഗവൺമെന്റ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. സർക്കാർ തെറ്റ് ചെയ്യാൻ പറ്റും. എവിടെയോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് അവർ തമ്മിൽ, കുട്ടിയുടെ പിതാവിനും കുട്ടിക്കും ആ മാനേജ്മെന്റിനും വിഷയമില്ല. പിന്നെ ആർക്കാ പ്രശ്നം? നിങ്ങൾക്കോ? നിങ്ങൾ ദയവായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ഇതൊക്കെ അല്ല, ശ്രീ റെജി ലൂക്കോസ്, NOC കൊടുക്കേണ്ടത് സർക്കാരാണെന്ന് ആലോചിക്കണം എന്ന് പറയുന്നു. ഭീഷണി വേണ്ട എന്ന് ഈ സ്കൂൾ അധികൃതരുടെ പ്രതികരണങ്ങളൊക്കെ വരുന്നത് ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെയല്ല, ഈ പ്രസ്താവന നടത്തിയ മന്ത്രിക്കെതിരെയാണ്, വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിക്കെതിരെയാണ്, ഇടത് സർക്കാരിന്റെ നിലപാടിനെതിരെയാണ്, മാധ്യമങ്ങൾക്കെതിരെയല്ല. അല്ല, അവരൊന്ന് മനസ്സിലാക്കുക. 10ാം ക്ലാസ് വരെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചിട്ടാണ് ഞാൻ. ഒരു കോൺവെന്റ് സ്കൂളിന്റെ മതേതരത്വവും അവരുടെ നന്മയും അവർ പകർന്നു നൽകുന്ന ബഹുസ്വരത അടിസ്ഥാനമായിട്ടുള്ള നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നതുമായിട്ടൊക്കെ വളരെ ബോധമുള്ള ഒരാളാണ് ഞാൻ. നമ്മളിൽ ഒരുപാട് പേര് അതുകൊണ്ട്. അതുപോലെയാണ് ഇവിടുത്തെ എല്ലാ സ്കൂളുകളും. പിന്നെ എവിടെയൊക്കെ ചിലരുന്നുകൊണ്ട് സ്കൂളുകളിൽ മതം കാണാനായിട്ട് അത് അങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നു. അവർ ചർച്ച ചെയ്ത് പോട്ടെ, നമുക്കതൊരു വിഷയമാണ്. കേരളത്തിൽ എന്തെല്ലാം ചർച്ച ചെയ്താലും കേരളത്തിന്റെ മഹനീയമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യം നമ്മളെ പോറലേൽപ്പിക്കാൻ ഇവർക്കൊന്നും സാധിക്കത്തില്ല. അല്ല, ഒരു സർക്കുലർ ഇറക്കണമെന്ന് SDPI പറയുന്നു. SDPI രംഗത്ത് വരുന്നു. രക്ഷിതാക്കൾക്കൊപ്പം SDPIയുടെ ഭാരവാഹികളാണ് സ്കൂളിൽ വന്നതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. ഈ ഇത്രയ്ക്ക് ലഘുവായിട്ട് ശ്രീ റെജി ലൂക്കോസ് പറയുന്ന പോലെയാണോ ഈ കാര്യങ്ങൾ നടക്കുന്നത്? ഇതിന് പിറകിൽ ബാക്കപ്പും സമ്മർദ്ദവും ഒന്നും ഉണ്ടായിട്ടില്ലേ? അല്ല, ഇത് ചോദിക്കേണ്ട കോൺഗ്രസിനോട്. കോൺഗ്രസിന്റെ അപ്രഖ്യാപിത ഘടകകക്ഷിയാണ് SDPI. എന്തിനാണ് നിങ്ങളോട് പോയി അനാവശ്യമായി വിഷയങ്ങൾ ഉണ്ടാക്കിയ പിതാവിനില്ലാത്ത കുട്ടിക്കില്ലാത്ത പ്രശ്നത്തിൽ നിങ്ങൾ എന്തിനാ കൈയെടുത്തുന്നത്? നിങ്ങൾ കോൺഗ്രസിന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സാറോട് അത് ചോദിക്കേണ്ടത്. കാരണം SDPI ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. SDPI അവരുടെ മുതലെടുപ്പിന് വന്നു. എന്നിട്ട് എന്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്? SDPIയുടെ തിട്ടൂർ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്കും പിതാവിനും ആ സ്കൂളിൽ അവർക്കും തമ്മിൽ രമ്യതയിൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ കുട്ടീനെ അവിടുന്ന് പുറത്തു വിട്ടിട്ടില്ല. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ സമൂഹ മാധ്യമത്തിലുള്ള ഒരാളാണ്, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ള ഒരാളാണ്. ഫേസ്ബുക്കിൽ കയറിയാൽ ഏത് തരത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നതെന്ന് കാണാൻ കഴിയും. പേടിപ്പിക്കും. ഈ തരത്തിലല്ല. 3-4 മാസം തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ തരത്തിലല്ല ചർച്ച നടക്കേണ്ടത്. ഇതിന് പിറകിൽ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായ രീതിയിൽ ഇടപെടാത്ത, അല്ലെങ്കിൽ അനാവശ്യമായി ഇടപെട്ടതിന്റെ ഫലമുണ്ട്. അല്ലെന്ന് ഞാൻ പറയാം, അങ്ങനെ തലമുള്ളവർ അനുഭവിച്ചോളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ എല്ലാം വായി മൂടിക്കെട്ടാൻ പറ്റും. ഞാനിതെല്ലാം കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ. ഞാനതൊക്കെ അവഗണിക്കും. പൊതുവെ ജാതി മതമായിട്ട് എല്ലാ വായും മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ ചേർത്താണോ? ഒരിക്കലും അല്ല. അതൊക്കെ നിങ്ങൾ പത്രത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ ഞാൻ എന്റെ പാർട്ടിയുടെ മന്ത്രിയെ തള്ളി പറയും. അതേ ഇത് തെറ്റായത്. ഇത്രയ്ക്കും നല്ലൊരു മിനിസ്റ്റർ, കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആദരവ് നേടി നിശ്ചയദാർഢ്യമുള്ള മന്ത്രിയാണ് ശിവൻകുട്ടി എന്നുള്ള മന്ത്രി. അത് അവരുടേക്ക് പറയും. അദ്ദേഹത്തിന് അതേ ഒരു കാര്യം പറയും. അദ്ദേഹം ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഒരു കാര്യം പറഞ്ഞു. സ്കൂളുകൾ തമ്മിൽ പ്രശ്നം പരിഹരിച്ചപ്പോൾ ഇനി ആ വിഷയമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതോടത്ത് അത് അവിടെ കൊണ്ട് തീരേണ്ട വിഷയം എന്തിനാണ് ഇങ്ങനെ ആളിക്കെത്തി? ഇതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? ഞാൻ പറഞ്ഞു, ലെറ്റ് us stop this topic.
അതാണ് നമ്മൾ ശരി ശരി ചെയ്യേണ്ടത്. ശരി നന്ദി ശ്രീ രജു ലൂക്കോസ്. ഞാൻ ശ്രീ കെവിൻ പീറ്ററും കൂടി ഉണ്ട്. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൽ കൂടെ വരാം. അത് ശ്രീ രജു ലൂക്കോസ് പറയുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ഇത് ആളിക്കത്തിയത് അവസാനിക്കുന്ന ലക്ഷണം അല്ല സമൂഹ മാധ്യമങ്ങൾ കാണുന്നത്. അങ്ങനെ ആളിക്കത്തിയത് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റൂ ഈ മിനിറ്റിൽ. പെട്ടെന്ന്